ആ അപകടത്തിൻ്റെ ആഘാതം കാരണം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് ചുമക്കാൻ മാത്രമേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ തുടിപ്പുകളും അങ്ങേയറ്റം അപകടകരമായ നിലയിലായിരുന്നു. അനിയന്ത്രിതമായ രക്തസ്രാവം മൂക്കിൽ നിന്നുണ്ടാവുകയും കൂടാതെ തലയോട്ടിനകത്ത്, തലച്ചോറിന് വെളിയിലും അകത്തുമായി ഗുരുതരമായ രക്തസ്രാവവും ഉണ്ടായിരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് എമർജൻസി മെഡിസിൻ, ന്യൂറോ സർജറി, ENT വിഭാഗത്തിലുള്ളവർ വളരെയധികം പരിശ്രമിച്ചിട്ട് പോലും ആ രക്തസ്രാവം നിയന്ത്രിക്കാനായില്ല. ഉടനെ തന്നെ ന്യൂറോ സർജറി ICUവിലേക്ക് കൊണ്ടുപോവുകയും എല്ലാവിധ സപ്പോർട്ടുകളും കൊടുത്ത് ജീവൻ നിലനിർത്തുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ അവസ്ഥ അത്യാസന്ന നിലയിലാണ്. എന്താകുമെന്നുള്ളത് സമയം കൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാനുള്ള സാധ്യത അങ്ങേയറ്റം വിരളമാണ് എന്ന് പറയാം. ആവശ്യമായ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് മറ്റൊന്നും. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ജെൻസനും ഈ പറയുന്ന ശ്രുതിയെക്കുറിച്ച്. കാരണം അവരുടെ ഈ പറയുന്ന ദുരന്തത്തെ അതിജീവിച്ച പ്രണയം, അങ്ങനെയുള്ള തലക്കെട്ടുകളിലൂടെയൊക്കെ പറയുന്ന പല ചാനലുകളിലൂടെ ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവരുടെ ജീവിതം അതൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒറ്റയ്ക്കായിപ്പോയ പെൺകുട്ടിയാണ് ഈ പറയുന്ന ശ്രുതി എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഉരുൾപൊട്ടലിൽ അവൾ മാത്രമാണ് അതിജീവിച്ചതെന്ന് പറയുന്നത്. അമ്മയും അച്ഛനും സഹോദരിയും എല്ലാം ഈ പറയുന്ന ഒലിച്ചു പോയതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മരണപ്പെട്ടു പോയതാണ്. അപ്പം അതിനുശേഷം അവൾക്ക് കൈത്താങ്ങായിട്ട് അതിന് മുന്നേ തന്നെ ചേർത്ത് പിടിച്ചത് തന്നെയാണ് അവരുടെ നിശ്ചയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ജെൻസനുമായിട്ടുള്ള പ്രണയം അത് പൂവടിയുന്ന സമയം അതിന് പക്ഷേ ഈ പറഞ്ഞ സാക്ഷ്യം വഹിക്കാൻ കുടുംബമില്ലാത്ത അവസ്ഥ. അപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ജെൻസനെങ്കിലും അവളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അവളുടെ ആശ്വാസം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ആശ്വാസത്തെയാണ് വിധി വീണ്ടും കവർന്നെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു സംഭവം ആദ്യം കാണിച്ചത് ഞാൻ പറയുന്നതിൽ അപ്പുറത്തേക്ക് ഒരു ഈ പറയുന്ന വാർത്തയായിട്ട് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഭാഗത്ത് നിന്നുള്ള തന്നെ പ്രതികരണം കേൾക്കുന്ന സമയത്ത് ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എത്രമാത്രം ഭീകരാവസ്ഥയിലൂടെയാണ് ജെൻസൺ ഇപ്പം കടന്നു പോകുന്നതെന്നുള്ള കാര്യം. അപ്പം സർജറി ചെയ്ത് ചിലപ്പോൾ ശരിയാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ സർജറി ചെയ്യുന്നണമെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ ബ്ലീഡിങ്ങും അങ്ങനെ ആയി കിടക്കുന്ന സമയത്തൊന്നും പെട്ടെന്ന് സർജറി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു സാധാരണ ഗതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ, നോർമൽ ആയി കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റൂ. അപ്പം അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് ആവാനുള്ള പരിശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടതിൻ്റെ ഉദ്ദേശം ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഏറ്റവും വലിയ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നെങ്കിലും ചില ആൾക്കാരെങ്കിലും വിശ്വസിക്കും. ഒരുപാട് പേര് ചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ പക്കലെത്തി, അല്ലെന്നുണ്ടെങ്കിൽ ആ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം നമ്മുടെ വിശ്വാസമായിരിക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ, നമുക്കുള്ള ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒരുപാട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലെങ്കിലും തിരിച്ചിട്ടിയ സന്ദർഭങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതെന്ന് പറയുന്നത്. കാരണം 10 വർഷത്തെ അവരുടെ പ്രണയമാണ്. അപ്പോൾ പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാർക്കാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു വേദന അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവും. ഈ പറയുന്ന പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോവാം, വേണമെങ്കിൽ വേർപിരിഞ്ഞു പോവാം, മരണപ്പെട്ടു പോവാം, ഇതൊക്കെ പലർക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ പെൺകുട്ടിയുടെ അവസ്ഥ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. കാരണം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ പറയുന്ന ആ പ്രണയ സാഫല്യത്തിലേക്ക് എത്തിയ സമയത്ത്, ഒരുപാട് സന്തോഷത്തിലേക്ക് എത്തിയ സമയത്താണ് ഈ ഉരുൾപൊട്ടലിലൂടെ കുടുംബത്തെ മൊത്തം നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നത്. അപ്പം ഒരു പെൺകുട്ടിക്ക് താങ്ങും തളലും അല്ലെങ്കിൽ എപ്പോഴും നമുക്കറിയാം ഏതൊരു മനുഷ്യനായാലും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ അവൾക്ക് ചെന്ന് അല്ലെങ്കിൽ അവന് ചെന്ന് പറയാൻ പറ്റുന്ന ഒരിടം അല്ലെങ്കിൽ ആ സന്തോഷം പങ്കുവയ്ക്കാൻ, സങ്കടമായാലും ഇറക്കി വയ്ക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഉറപ്പായിട്ട് രക്ഷിതാക്കളുടെ ചുമരുകളിൽ തന്നെയായിരിക്കും. അപ്പം അത് നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയാണ്. കൂടപ്പിറപ്പിനെ വരെ നഷ്ടപ്പെട്ടു പോയ ഒറ്റയ്ക്കായി, ഭൂമിയിൽ തികച്ചും ഒറ്റയ്ക്കായി പോയ ഒരു പെൺകുട്ടിയാണ്. അപ്പം അവൾക്ക് ഈ പറയുന്ന കൈ കൊടുത്ത് ജീവിതത്തിലേക്ക് കയറ്റി പിടിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ചേർത്ത് നിർത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജെൻസൺ എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് അവനെ കൂടി ഈ പറയുന്ന ലോകത്ത് നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എത്രത്തോളം ഇതിനെ അതിജീവിക്കും എന്നുള്ള കാര്യം, മെൻ്റലി എത്രത്തോളം പവർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒരു പക്ഷേ ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദൈവത്തിനെ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ, എന്തെങ്കിലും ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് തന്നെയാണ് ഇപ്പം അവിടെ ഉള്ള ഈ പറഞ്ഞ ജെൻസന്റെ ബന്ധുജനങ്ങളായാലും എല്ലാവരും നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ജെൻസന്റെ ബന്ധുജനങ്ങൾ എന്ന് മാത്രമല്ല, കാരണം ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ എനിക്ക് തോന്നുന്നു കേരളക്കരെ ആകെ മൊത്തത്തിൽ ഈ പറയുന്ന അവരുടെ തന്നെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ സംഭവിച്ചതുപോലെ തന്നെ എല്ലാവരും ഉൾക്കൊണ്ടൊരു പ്രശ്നമാണ്. അതിൻ്റെ കൂടെ നിന്ന ആൾക്കാരെ ഒരുപാട് പേരെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം എല്ലാ വാർത്തകളും കണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് ഇരു കൂട്ടരും. അപ്പം
ആ പയ്യന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും. കാരണം ആ പെൺകുട്ടിക്ക് ഇനി ആ ജീവിതത്തിൽ, അവളുടെ ഇനി അവസാനം വരെയുള്ള ജീവിതത്തിലാകെ എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിയുടെ കാലിന് മാത്രമാണ് ഒടിവ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. ജെൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒടിവുകൾ സംഭവിച്ചുകൊണ്ട് തല വല്ലാത്ത രീതിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ആ വാർത്തയിലൂടെ നിങ്ങൾ കേട്ടാണ് മൂക്കിൽ നിന്നുള്ള അമിതമായിട്ടുള്ള രക്തസ്രാവം, തലയ്ക്കകത്തും പുറത്തും ഒക്കെ രക്തസ്രാവം ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയെന്ന് പറയുന്നത്. അത്രയും വലിയ ആഘാതം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് പറയുന്നത്. പിന്നെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അവളോടൊന്ന് എണീറ്റിരുന്ന് അവൻ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് മാറട്ടെ. കാരണം അവൾക്കിനി ആശ്രയമായിട്ടുള്ളത് ആ പയ്യൻ മാത്രമാണ്. അപ്പം ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞു ഇത് തന്നെയാണ്. അപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്കൊക്കെ, അതീ പറഞ്ഞ ജാതി മതം വർഗ്ഗം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു മനുഷ്യജീവനാണ്, ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്, അവൻ്റെ ജീവിതമാണ്. അപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ പ്രാർത്ഥിക്കുക. ഈ പറയുന്ന കണക്ക് നമുക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പഴയ ജീവിതത്തിലേക്ക് അവനെ തിരിച്ച് പെട്ടെന്ന് തന്നെ ദൈവം കൂട്ടിക്കൊണ്ടുവരട്ടെ എന്നുള്ളത്.